നമസ്കാരം. ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 92.88% പോളിംഗ്. ബംഗാളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പോളിംഗ് ശതമാനം കടന്നു വരുന്നത്. അത് വെറുതെയല്ല, അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് പേടി കൂടാതെ പോയി വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമും ബംഗാളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. പ്രധാനമായും സ്ത്രീകളാണ്. ഈ 98.22% കൂടുതലും സ്ത്രീകളാണ് ബംഗാളിൽ വോട്ട് ചെയ്തത്. ബംഗാളിൽ തീർച്ചയായിട്ടും മമതാ ബാനർജിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നത്. ബംഗാൾ മാറുകയാണ്. അതിനിടയ്ക്ക് ബംഗാളിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബേബി സഖാവ് രംഗത്ത് വന്നത് ഏറ്റവും കൗതുകകരമായ കാര്യമായിപ്പോയി. ബംഗാളിലെ ജനങ്ങളോട് CPM ക്ഷമ ചോദിക്കുന്നു, ഞങ്ങൾ തിരികെ വരും എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ തിരികെ വരാൻ? അവിടെ ഉണ്ടായിട്ട് വേണ്ടേ തിരികെ വരാൻ? ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം ബേബി സഖാവിനും അറിയാം. പിന്നെ ഇവരെ ജയിക്കില്ല അല്ലെങ്കിൽ തോൽക്കും അല്ലെങ്കിൽ തോറ്റു എന്നൊക്കെ സമ്മതിപ്പിക്കാൻ വലിയ പാടാണ്. എന്തായാലും തെറ്റുപറ്റിയെന്ന് ഇത്രയും വർഷത്തിന് ശേഷം പറഞ്ഞല്ലോ, അതിനെ ചില കമൻറ്റുകളൊക്കെ കണ്ടു. അതായത് 25 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് ബേബി സഖാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇക്കാര്യം പറയും, കേരളത്തിലും ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തിരികെ വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് CPM ഉണ്ടെങ്കിൽ അങ്ങനെ ചില കമൻറ്റുകളുമൊക്കെ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാളിൽ പേടി കൂടാതെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ പേടി കൂടാതെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ മമതാ ബാനർജിയുടെ തോന്നിയാസങ്ങളാണ് നടക്കുന്നത്. അവിടെ മമതയുടെ ആൾക്കാർ മാത്രം, അതായത് ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്ത മതഭീകരവാദികളും അങ്ങനെയുള്ള ആളുകൾ ഒക്കെ തന്നെയാണ് പലപ്പോഴും തൃണമൂലിൻ്റെ കൂലി വോട്ടർമാരായി മാറുന്നത്. ഏതാണ്ട് 90 ലക്ഷത്തിലധികം ആളുകളെ ഇതുവരെ SIRൽ നിന്ന് പുറത്താക്കി എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിനുശേഷം കുറച്ചുപേരെ അത് സ്ക്രൂട്ടിനി ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ച ശേഷം അവരെ തിരികെ കയറ്റുകയും ചെയ്തു. SIR എന്ന് പറയുന്ന ഈ സംവിധാനം വന്നില്ലായിരുന്നെങ്കിൽ ബംഗാൾ ഇന്ന് വലിയ ഒരു 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 ഗുരുതരാവസ്ഥയിൽ എത്തിയേനെ. അവിടെ തോന്നിയവനൊക്കെ കയറി വോട്ട് ചെയ്തേനെ. എന്തൊക്കെ വെബ്കാസ്റ്റിംഗ് ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും ബംഗാളിൽ തൃണമൂലിൻ്റെ ഗുണ്ടായിസം തന്നെയാണ് നടക്കുന്നത്. അന്നും ഇന്നും ഒക്കെ തന്നെ അത് നടന്നേനെ. പക്ഷേ ആഭ്യന്തര വകുപ്പ് നേരിട്ടിടപെട്ടു. സൈനിക വിഭാഗങ്ങളടക്കം പല ബൂത്തുകളിലും പല മേഖലകളിലും കാവൽ നിന്നു. കൃത്യമായി പരിശോധനകളും കൃത്യമായ നടപടികളും ഉണ്ടായി. അതുകൊണ്ടാണ് ഇത്രയധികം വോട്ടിംഗ് ശതമാനം കൂടിയത്. ഒപ്പം തന്നെ സ്ത്രീകളടക്കം ഭയം കൂടാതെ പോയി വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തൃണമൂലിൻ്റെ കാര്യം എന്താണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടി കുറച്ച് കഴിയുമ്പം CPM എന്ന പാർട്ടി ബംഗാളിൽ സംഭവിച്ചതുപോലെ തന്നെ തൃണമൂൽ എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറയേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് എത്തും. BJP വളരെ ശക്തമായി തന്നെ ബംഗാളിൽ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒക്കെ തന്നെ പറയുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തികഞ്ഞ പ്രതീക്ഷയിലുമാണ്.